ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, നിൻ്റെ അനന്തമായ ഒരു മാധ്യസ്ഥവും സഹായവും ഞങ്ങളോടൊപ്പം ആയിരിക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു. ലൂക്കായുടെ സുവിശേഷം അധ്യായം 10 വാക്യങ്ങൾ 2 മുതൽ, കൊയ്ത്ത് വളരെ വേലക്കാരോ ചുരുക്കം, അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ കൊയ്ത്തിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പോകുവിൻ, ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്നതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യുകയും അരുത്. മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യുകയും അരുത്. ഇത് 72 പേരെ ദൈവം ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കുന്ന ഒരു ഭാഗമാണ്. അവിടെ ആദ്യത്തെ ഇതിൽ കർത്താവ് പറയുന്നുണ്ട്, ഈ വിളവധികം വേലക്കാർ ചുരുക്കം. അല്ലെ, കൊയ്ത്ത് വിളഞ്ഞ ഭാഗമായി കിടക്കുകയാണ്, വേലക്കാർ ചുരുക്കമാണ്. വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ ജീവിതമായിട്ട് ഇത് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മളൊരു പർട്ടിക്കുലർ കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോവുകയാണ്. പക്ഷേ നമ്മളൊരു കാര്യം എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ആ ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ? ഇപ്പം എന്നെ ഞാൻ ഒരു ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ഞാൻ ഒരു പർട്ടിക്കുലർ രീതിക്ക് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ ഈ രീതിക്ക് ചെയ്യുന്നു. ആ ചെയ്യുമ്പോൾ ആർ യു ഫുള്ളി സാറ്റിസ്ഫൈഡ്? ആ ഒരു ചോദ്യം നമ്മളോട് തന്നെ എപ്പോഴും ചോദിക്കേണ്ടതാണ്. കാരണം നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ വി ആർ നോട്ട് ഇൻ ദ വേ ഓഫ് ഗോഡ്. അത് ചെയ്യാനല്ല ദൈവം നമ്മളെ പറഞ്ഞേക്കുന്നത്. പണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുണ്ട്. ആദ്യമായിട്ട് കിട്ടിയ ഒരു ജോലിയൊക്കെ, അപ്പോൾ ആദ്യമായിട്ട് കിട്ടിയതല്ലേ, നമ്മളത് അങ്ങ് ടേക്കപ്പ് ചെയ്തു. കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി ഇത് പറ്റുന്നില്ല. കാരണം നമുക്ക് ഭയങ്കര സ്ട്രെസ്ഡാണ്. അപ്പോൾ എപ്പോഴും ഭയങ്കര ഒരു പിരിമുറുക്കമാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്കൊരു 10,000 രൂപ സാലറി കിട്ടിയാലും ഇനഫ്, അത് മതി, നമുക്കത് സന്തോഷമാണ്. പക്ഷേ നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ നമുക്കത് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ 1,00,000 രൂപ കിട്ടിയാലും തികയത്തില്ല. മറ്റേത് 10,000 രൂപ കിട്ടിയാലും നമുക്ക് സ്മൂത്തായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മറ്റിടത്ത് 1,00,000 രൂപ കിട്ടിയാലും വി ആർ സ്ട്രെസ്ഡ്. ആ ഒരു സ്ട്രെസ് മൈൻഡിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കരിയർ ആണെങ്കിലും ഇതനുസരിച്ച് നമ്മളൊന്ന് തിരഞ്ഞെടുക്കേണ്ടതാണ്. പണ്ട് ഞാൻ ഹൈ റേഞ്ചിലായിരുന്നത് കൊണ്ടിട്ട് കർത്താവ് ഹൈ റേഞ്ചിൽ എക്സാമ്പിൾ വെച്ചിട്ടൊക്കെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പണ്ടൊരു ദിവസം എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തീ പിടിക്കുമല്ലോ, വിളവധികം വേലക്കാർ ചുരുക്കം. എൻ്റെ കുഞ്ഞെ, നിന്നെ ഞാൻ കുരുമുളക് തോട്ടത്തിൽ കുരുമുളക് പറിക്കാനാണ് നിയോഗിക്കുന്നതെങ്കിൽ നീ തേയിലത്തോട്ടത്തിൽ ചെന്ന് തേയില പറിച്ചാൽ ശരിയാവുമോ എന്ന് ചോദിച്ചു. ഈ തേയിലയും വിളയാ. നീ കാപ്പിത്തോട്ടത്തിൽ ചെന്ന് കാപ്പി പറിച്ചാൽ ശരിയാവുമോ എന്ന് ചോദിച്ചു. കാപ്പി വിളയാ. അല്ല, ഇതെല്ലാം വിളയാണ്. കുരുമുളക് തോട്ടത്തിൽ കുരുമുളക് തന്നെ പറിക്കണം. കാരണം അതിനുവേണ്ടിയാണ് ദൈവം എന്നെ നിയോഗിച്ചേക്കുന്നത്. പക്ഷേ ഞാൻ ദൈവത്തോട് ചോദിക്കണം, ദൈവം ഞാൻ ഏത് തോട്ടത്തിൽ പോകണം, എന്നാലും അവൻ പറഞ്ഞു തരത്തുള്ളൂ. അതിനുള്ള ഫ്രീഡം എനിക്കുണ്ട്. ചോദിക്കണോ വേണ്ടേ, അത് നിൻ്റെ തീരുമാനമാണ്. ഇതുപോലെ നമ്മുടെ കരിയറും. ഇപ്പം എൻ്റെ മുമ്പിലൊക്കെ ഞാൻ ഒത്തിരി പിള്ളേരെ ഇങ്ങനെ ഈ കരിയർ ഭാഗമായിട്ട് ഞാൻ ഒന്ന് കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് വിടുന്നുണ്ട്. കാരണം എൻ്റെ ജോലിയുടെ ഭാഗമാണ് അത്. അപ്പം അങ്ങനെ ഞാൻ സ്റ്റുഡൻസിനോട് പറയുന്നൊരു കാര്യമുണ്ട്, ഈ കരിയർ എന്ന് പറയുന്നത് നമ്മൾ ബിരിയാണി കഴിക്കുന്ന പോലെ. ഇപ്പം നമുക്കിപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് ഇഷ്ടം. അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ ഫ്രണ്ടിൽ മട്ടൻ ബിരിയാണി കൊണ്ടുവച്ചാൽ അയാൾ കഴിക്കും. അയാൾക്ക് വിശപ്പ് തീരും, പക്ഷേ അയാളുടെ മനസ്സൊരിക്കലും സാറ്റിസ്ഫൈഡ് ആവത്തില്ല. അതേസമയം ഈ ഫ്രണ്ടിൽ ചിക്കൻ ബിരിയാണി കിട്ടിക്കഴിഞ്ഞാൽ വിശപ്പും തീരും, മനസ്സ് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും. എന്ന് പറയുന്ന പോലെ തന്നെ കരിയറും. ശുശ്രൂഷ ഇതുപോലെയാണ്. ദൈവം എവിടെയാണോ നമ്മൾ ശുശ്രൂഷ ചെയ്യാനായിട്ട് നിയോഗിച്ചേക്കുന്നത്, അവിടെ നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് ഈ 20 മേനി 30 മേനി 60 മേനി 90 മേനിയൊക്കെ നമ്മൾ കൊയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇത് എവിടെ ചെയ്യണം, അത് നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് ചോദിച്ച് വാങ്ങിച്ചെടുക്കേണ്ടത്. എവിടെയാണ് എന്നെ എന്തിനാണ് വിട്ടേക്കുന്നത്, എൻ്റെ ഉള്ളിലെ കഴിവ് എന്താണെന്ന് ഞാൻ തിരിച്ചറിയണം. ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നൊരു ഒരു സംഭവം നമ്മൾ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ സ്ട്രെസ്ഡ് ആയിരിക്കും. ഒരിക്കലും നമുക്ക് ഒരു ഫുൾഫിൽനെസ്സിലോട്ട് എത്താൻ പറ്റത്തില്ല. ഇനി തൊഴിലില്ലായ്മയൊന്നും അല്ല കേരളത്തിൻ്റെ പ്രശ്നം. ഓപ്പർച്യൂണിറ്റിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, എവിടെ ആണെങ്കിലും ഉണ്ട്. അത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നവർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനി തൊഴിലില്ല, അതൊന്നും പറ്റത്തില്ല നമുക്ക്. അങ്ങനെ ഒരു ഫാക്റ്റേ ഇല്ല. കാരണം അതുപോലെ ഓപ്പർച്യൂണിറ്റി കുന്നുകൂടി കിടക്കുക. പക്ഷേ ഒരു ഫുൾ സാറ്റിസ്ഫൈഡ് ലെവലിൽ അത് കണ്ടെത്തുന്നവർ അപൂർവമാണ്. അതുകൊണ്ടാണ് ഈ യഥാർത്ഥത്തിൽ അല്ലേ, ഇപ്പം മേസ്തിരിപ്പണിക്ക് വിടുന്നത്, മേസ്തിരിപ്പണി അറിയാവുന്ന ഒരാളെ വിടാൻ പറ്റത്തുള്ളൂ. അവിടെ കുറേ വീടുകളുടെ പണി വന്ന് കിടപ്പുണ്ട്, പറമ്പിൽ പണിയുന്ന ഒരാളെ മേസ്തിരിപ്പണിക്ക് വിടാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ മേസ്തിരിപ്പണി അറിയാവുന്ന ഒരാൾക്ക് അവിടെ ചെന്ന് വിജയിക്കാൻ പറ്റത്തുള്ളൂ. അവിടെ ഒരു മേസ്തിരി അവിടെ ചെന്ന് ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഹാപ്പി ആയിരിക്കും. അയാളെ വീട് പണിയൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ജോലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ലേ.
ഇനി പാടത്ത് പണിയുന്ന ഒരാൾ ആ രീതിക്ക് ഒരു പണി കിട്ടിക്കഴിഞ്ഞാൽ അയാൾ അവിടെ ചെയ്യും. IT പ്രൊഫഷണൽക്ക് IT ആയിട്ട് ബന്ധപ്പെട്ടൊരു പണി കിട്ടിക്കഴിഞ്ഞാൽ അയാൾ അവിടെ ഭംഗിയായിട്ട് അത് ചെയ്തോളും. മീഡിയയിൽ അതുപോലെ തന്നെ. ശരിയാണല്ലോ. ഇനി ഇവിടെ അടുത്തൊരു ഭാഗം പറയുന്നുണ്ട്, അതായത് ഈ ചെന്നായ്ക്കൾക്കിടയിലേക്ക് കുഞ്ഞാടുകളെ അയക്കുന്ന പോലെയാണ് നിങ്ങളെ അയക്കുന്നത്. ഇത് നമ്മുടെ എല്ലാ ഏരിയയിലും ഇങ്ങനെയാണ്. എവിടെ നമ്മൾ ജോലിക്ക് പോയിക്കൊള്ളട്ടെ, നമ്മളൊരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ആയിക്കൊള്ളട്ടെ, സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആയിക്കൊള്ളട്ടെ, കുറേ ചെന്നായ്ക്കളുടെ നടുക്കാണ് ജീവിക്കുന്നതെന്ന് കരുതിയാൽ മതി. നമ്മൾ ഒരു കുഞ്ഞാടുകളെ പോലെയാണ്. കാരണം ഇങ്ങനെ ഗാലിൽ ഗിബ്രാൻ്റെ ഒരു മനോഹരമായ ഒരു കൊട്ടേഷൻ ഈ ഇടയ്ക്ക് ഇങ്ങനെ കേട്ടു. അതായത് നിങ്ങളൊരു യാത്ര പോകും, ആരോടും പറയരുത്. നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുക, ആരോടും പറയരുത്. നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കുടുംബത്തിലൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യും, പക്ഷേ ആരും അറിയരുത്. കാരണം നല്ല കാര്യങ്ങൾ ഈ ജനത്തിന് അംഗീകരിക്കാൻ പറ്റത്തില്ല. അവരത് അത് 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 നശിപ്പിച്ച് കളയും. ദ ഡിസ്ട്രോയിറ്റ് എന്നാണ് പറയുന്നത്. സത്യമാണ്. കാരണം അതപ്പോൾ ഈ ചെന്നായ്ക്കളെ പോലെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നടുക്കാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം ഒരാളുടെ വളർച്ച മറ്റൊരാൾക്ക് ഭയങ്കര അസൂയ ഉണ്ടാക്കും. അതങ്ങനെയാണ്. ശരിക്കും ഏത് ഫീൽഡ് എടുത്താലും അത് അങ്ങനെ തന്നെ അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ജോലി മേഖലയിലും ആയിക്കൊള്ളട്ടെ, നമ്മുടെ ഇവിടെ ഒരു 10 പേരിരുന്ന് ജോലി ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യാൻ തുടങ്ങുമ്പോൾ ബാക്കി 9 പേർക്കൊരു ജലസി ഉണ്ടാവും. ആ ജലസിയിൽ നിന്നാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം അത് ഈ ചെന്നായ്ക്കൾക്കിടയ്ക്ക് ഈ കുഞ്ഞാടുകളെ പോലെയാണ് നമ്മളെ വിടുന്നത്. അപ്പോൾ അങ്ങനെ വിടുമ്പോഴത്തേക്ക് ദൈവം പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. അപ്പോൾ പലപ്പോഴും ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഈ മടിശീല എടുക്കരുത് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ്, നമ്മളിപ്പോൾ ഒരു ജോലിയുടെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നു, നമ്മൾ ആ കാര്യം ചെയ്യുന്നു. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, നമ്മൾ ഉത്തരവാദിത്തത്തോടെ ഒരു കാര്യം ചെയ്താൽ കർത്താവ് കടം വയ്ക്കത്തില്ല. കർത്താവ് അത് വീട്ടും. ഒരു ശുശ്രൂഷ നമ്മളെ ഏൽപ്പിച്ചു, നമ്മളത് ഭംഗിയായിട്ട് ചെയ്തു. ഇനി അവിടുന്ന് നമുക്കൊരു റിവാർഡോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ലെന്നിരിക്കട്ടെ, ഒന്നും വിഷമിക്കേണ്ട. കർത്താവ് ആ കടം വെച്ചുകൊണ്ടിരിക്കത്തില്ല. കർത്താവ് വേറൊരു വഴിക്ക് അത് വീട്ടിയിരിക്കും. എൻ്റെയൊക്കെ ജീവിതത്തിൽ 100 കണക്കിന് എക്സ്പീരിയൻസ് അതിലുണ്ട്. അതുകൊണ്ട് ഇന്നത് കിട്ടും, ഇതാണ് എൻ്റെ ലാഭം എന്ന് ഉദ്ദേശിച്ച് നിങ്ങളത് ചെയ്യണ്ട. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു ഉത്തരവാദിത്വം ഭംഗിയോടെ ചെയ്താൽ മതി. മദർ തെരേസയൊക്കെ പറയുന്ന പോലെ വലിയ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യേണ്ട, ചെറിയ കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടെ ചെയ്താൽ മതി. അപ്പോൾ അതിനകത്ത് നമുക്കൊരു റെസ്പോൺസിബിലിറ്റി കാണിക്കണം. ഇപ്പോൾ അല്ലെങ്കിൽ ഇത് ചെയ്യുന്നതുകൊണ്ട് എനിക്കെന്താ ഇൻഡയറക്റ്റ്ലി എനിക്കെന്താ മെച്ചം ഉണ്ടാക്കാൻ പറ്റുന്നത്, അല്ല എനിക്ക് എന്തുമാത്രം ലാഭമുണ്ട്, എനിക്ക് ലാഭം കിട്ടുമോ, ആ കിട്ടാൻ വേണ്ടി ഞാൻ ഒരു കാര്യം ചെയ്യരുത്. ഉത്തരവാദിത്തം ഭംഗിയോടെ ചെയ്താൽ മതി. നിനക്ക് വേണ്ട ലാഭമൊക്കെ കർത്താവ് തന്നോളൂ. അത് ഏത് വഴിക്ക് ആ ബ്ലെസ്സിങ് വരുന്നത് നമുക്ക് അറിയത്തില്ല, പക്ഷെ അത് വരും. അത് 100% ഉറപ്പാണ്. വന്നിരിക്കുന്ന ഒരാൾ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ഈ മടിശീല എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫിനാൻഷ്യൽ മോട്ടീവോട് കൂടി ഈ സംഭവം നീ ചെയ്യരുത് കേട്ടോ. ആ കാര്യം കർത്താവ് ചെയ്തോളൂ, അത് ഭംഗിയായിട്ട് ചെയ്തോളൂ. പിന്നെ സഞ്ചി കരുതരുത്. ഇപ്പം നമ്മളൊരു ജോലിക്ക് പോകുമ്പോൾ അല്ലേ, അതിനുള്ള എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം കരുതിക്കൊണ്ട് പോകും. അപ്പോൾ നമുക്കൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആലോചിക്കുന്നത് ഇതെനിക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെ ഇതിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എത്താൻ വേണ്ടി ഞാൻ കുറേ കാര്യങ്ങൾ കാണിക്കും, ചെയ്യും. അപ്പോൾ അങ്ങനെ കുറേ സമയം നമ്മൾ കളയും. എന്നിട്ട് ഇത് എത്തിയിട്ട് ചെയ്യാമെന്ന് പറയും. അപ്പോൾ എത്തിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മളിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കുറേ നാളുകൾക്ക് മുമ്പ് ഒരു നല്ല മെസ്സേജുള്ള ഒരു വൈദികൻ ഒരു ധ്യാന ശുശ്രൂഷയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ പറഞ്ഞു, ഡെലിവറൻസിൻ്റെ ഒരു കൃപ കർത്താവ് തുറക്കുന്നുണ്ട്. നമ്മളിത് തൊട്ടിട്ടില്ല, ഈ ഒരു മേഖലയെ ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു 6 മാസം 8 മാസം കഴിഞ്ഞു ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ചിന്തിച്ചത് ഇങ്ങനെയാണ്, ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമോ, ഇനി അതിനുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്തുണ്ടോ. അപ്പോൾ ഈ സഞ്ചി എടുക്കുന്ന പോലെ അതിനകത്ത് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലല്ലേ ഇതെടുത്ത് കാണിക്കാൻ പറ്റത്തുള്ളൂ, ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ചിന്തിച്ച് നമ്മളാവുന്ന ഈ സഞ്ചിയിലോട്ട് കുറേ കാര്യങ്ങൾ നിറച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ഒരു 8 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് വേണ്ടപ്പെട്ട ഒരു ബ്രദറുണ്ട്. ആളിച്ചിരി ഏജ്ഡാണ്. പുള്ളിയെ ഇങ്ങനെ ഈ ശുശ്രൂഷയൊക്കെ വരുമ്പോഴത്തേക്ക് പ്രാർത്ഥനാ സഹായത്തിന് വേണ്ടി വിളിക്കാറുണ്ട്. അപ്പം പുള്ളി ഇങ്ങനെ മുഖത്ത് നോക്കി കാര്യം പറയും, ഇതാണ് നിൻ്റെ കുഴപ്പമെന്ന് ഇങ്ങനെ പറയും. അതുകൊണ്ട് ആരും പുള്ളിയെ വിളിക്കത്തില്ല. അപ്പം ഇന്നതാണ് നിൻ്റെ പ്രശ്നം, അത് ഇന്ന കാര്യം ശ്രദ്ധിച്ചോണമെന്ന് ഇങ്ങനെ മുഖത്ത് നോക്കി പറയുന്ന ഒരാളാണ്. അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ടവരാരും പുള്ളിയെ വിളിക്കില്ല. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഒരു പ്രാർത്ഥനാ സഹായത്തിന് വിളിച്ചപ്പോഴത്തേക്ക് എന്നെ കുറേ വഴക്ക് പറഞ്ഞു. ദൈവം എന്തെങ്കിലും ഗിഫ്റ്റ് തന്നിട്ടുണ്ട്, അത് ഉപയോഗിക്കാൻ വേണ്ടിയാണ്, മര്യാദയ്ക്ക് ഉപയോഗിച്ചോണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോഴാണ് ഈ സാധനം ഇങ്ങനെ ഓർത്തത്. അപ്പോൾ അടുത്ത ആ ഒരു ശുശ്രൂഷ വന്നപ്പോൾ പതുക്കെ ഈ സാധനം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി. അപ്ലൈ ചെയ്തപ്പോൾ സാധനം ഓപ്പണായി.
കാരണം ഇത് നമ്മുടെ ഒരു കഴിവോ അല്ലെങ്കിൽ നമുക്ക് എന്തുണ്ടോ എന്ന് നോക്കിയിട്ടല്ല ദൈവം നമ്മളെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത്. അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള ഒരു കഴിവ് എനിക്ക് തന്നിട്ടുണ്ട് ദൈവം കേട്ടോ. ഇത് നമ്മുടെ ഒരു പുറമൂടിയോ അല്ല നമ്മൾ ചിന്തിക്കുന്ന ലെവലിൽ നോക്കിയിട്ടല്ല ദൈവം നമ്മളെ ഏൽപ്പിക്കുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോഴാണ് അത് ഡെവലപ്പായി വരുന്നത്. ഓഫീസിലൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ട്, പുതുതായിട്ടൊരു ഉത്തരവാദിത്തം അടുത്ത ആഴ്ചയോടെ ചെയ്യേണ്ടി വരും എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഇത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ചിരുന്ന സമയമുണ്ട്. അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ഫുള്ള് നമ്മളെ ഏൽപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒരു റീജിയൻ ഫുള്ള് നമ്മളെ ഏൽപ്പിക്കുന്നു നോക്കാനായിട്ട്. അപ്പോൾ അത്രയും നോക്കാനായിട്ടുള്ള നമ്മുടെ കഴിവുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്ന സമയമുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി, ബാക്കി ഡെവലപ്പ് ചെയ്ത് നമുക്ക് പൊയ്ക്കോളും. ദൈവം അതിനുള്ള കൃപ നമുക്ക് തരും. അതുകൊണ്ട് നമ്മുടെ ആ യാത്രയിൽ, നമ്മുടെ ജീവിത യാത്രയിൽ, കൃപയുടെ യാത്രയിൽ, ശുശ്രൂഷയുടെ യാത്രയിൽ, നമ്മുടെ പ്രൊഫഷൻ്റെ യാത്രയിൽ ഈ സഞ്ചി കരുതേണ്ട ആവശ്യം നമുക്കില്ല കേട്ടോ. അത് വേണ്ടത് കർത്താവ് തന്നോളൂ. അപ്പോൾ സഞ്ചി നമുക്ക് കരുതേണ്ട ആവശ്യമില്ല. പിന്നെ കർത്താവ് പറയുന്നത് ചെരുപ്പ് നീ ധരിക്കരുത്. അതെന്നെ ഒത്തിരി കൺഫ്യൂസ് ചെയ്യിപ്പിച്ച കാര്യമാണ്. ചെരുപ്പ് ധരിക്കരുത്. അതെന്താ ദൈവം അങ്ങനെ ഉദ്ദേശിച്ചത്? കാരണം ചെരുപ്പിട്ടാണ് നമ്മുടെ കാലടികളാതെ. കാരണം ഇപ്പം നമ്മളിപ്പം ഒരു യാത്ര ചെയ്ത് നമ്മൾ നടന്ന് നീങ്ങിയ കുറേ കാലടികളുണ്ട്. ഒരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാൻ മനസ്സിലാവും. ഒരു ദിവസം എൻ്റെ മോളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറുണ്ട്. ആ ടീച്ചറിൻ്റെ ഒരു പെങ്കൊച്ചിനെ ടീച്ചറുമായിട്ട് കാണാനിടയായി, പള്ളി വെച്ചാൽ കണ്ടായി. അപ്പോൾ ആ മോള് എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. അപ്പോൾ ആ മോൾ എന്നോട് പറഞ്ഞു, ചേട്ടാ എനിക്കൊരു ധ്യാനം കൂടാൻ പോകണം. ഞാൻ പറഞ്ഞു, അതിന് മോളെ എവിടെയെങ്കിലും സെൻറ്റർ ഉണ്ടെങ്കിൽ ഒന്ന് പൊയ്ക്കോ. അപ്പോൾ അവിടെ സറൗണ്ടിങ്സിൽ കുറേ സെൻറ്ററുകളുണ്ട്. അപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞൊരു കാര്യം ഇതാണ്, എൻ്റെ പൊന്ന് ചേട്ടാ എനിക്ക് പുതുതായിട്ട് എന്തെങ്കിലും കാര്യം കേൾക്കാൻ ആഗ്രഹമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്താ നമ്മൾ അങ്ങനെ പറഞ്ഞേ? അപ്പോൾ ആ കൊച്ചു പറഞ്ഞു, എൻ്റെ പൊന്ന് ചേട്ടാ ഞാൻ എല്ലാ വർഷവും ഓരോ ധ്യാനം കൂടുന്നതാണ്, ഇന്ന് എനിക്ക് ആ ക്ലാസ്സുകളൊക്കെ ബൈഹാർട്ടാന്ന് പറഞ്ഞു. അപ്പോൾ എവിടെ തുടങ്ങും എവിടെ തീർക്കും കറക്റ്റ് ഒരേ പാറ്റേണിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് ശരിക്കും പാടില്ല അങ്ങനത്തെ ഒരു രീതിയൊന്നും. കാരണം ഞാൻ ഓർക്കുന്നുണ്ട് പണ്ടിങ്ങനെ ഈ പുനലൂർ ഡയോസിസിലെ വൈദികർക്കൊക്കെ ഒരു പ്രോഗ്രാം ഡോക്ടർ ജോൺ ഡോക്ടറിൻ്റെ കൂടെയാണ്. അന്നിങ്ങനെ അവിടെ ഇങ്ങനെ ഒരു സെഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ടീമിലുണ്ടായിരുന്ന ഒരാൾ എന്നോടിങ്ങനെ പറഞ്ഞു, ഡോക്ടറിനോടും പറഞ്ഞു, ഈ ജോർജിൻ്റെ ഈ ടോക്കൊന്ന് ഇപ്പോൾ എടുത്ത ഈ സാധനം ഒന്ന് റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ഉപയോഗിക്കാമല്ലോ എന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ഈ പർട്ടിക്കുലർ ഗ്രൂപ്പിന് വേണ്ടി മാത്രമാണ് ഈ സാധനം പോകുന്നത്. നമ്മളിപ്പോൾ ധ്യാന ശുശ്രൂഷയുടെ കാര്യമാണ്. ഒരു അവിടെ പങ്കെടുക്കുന്ന ഒരു 50 പേര് അല്ലെ 100 പേര് അല്ലെ ഒരു 1000 പേര് അവരിങ്ങനെ പങ്കെടുക്കുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിന് വേണ്ടി മാത്രം കർത്താവ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ആ പർട്ടിക്കുലർ ഗ്രൂപ്പിന് വേണ്ടി മാത്രമാണ്. അതേ സാധനം എടുത്ത് വേറൊരു ഗ്രൂപ്പിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ കർത്താവിനാണെങ്കിൽ ലാംഗ്വേജിൻ്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അവൻ കൃഷിക്കാരൻ്റെ ഭാഷയെ സംസാരിച്ചു, ലാംഗ്വേജിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. ടാക്സ് കളക്ടറോണ്ട് ടാക്സ് കളക്ട് ചെയ്യുന്ന രീതിക്കാവും പറഞ്ഞ കാര്യങ്ങൾ. ഇനി ബിസിനസ്സുകാരോട് ബിസിനസ്സിൻ്റെ ഭാഷയിലാണ് അവൻ സംസാരിച്ചത്, രാജാക്കന്മാരുടെ ഭാഷയിലാണ് സംസാരിച്ചത്, പാവങ്ങളോട് പാവങ്ങളുടെ ഭാഷയിലാണ് സംസാരിച്ചത്, മീൻപിടുത്തക്കാരുടെ ഭാഷയിലാണ് സംസാരിച്ചത്. ലാംഗ്വേജിന് വ്യത്യാസം ഉണ്ടായിരുന്നു. എന്ന് പറയുന്ന പോലെ ഓരോ ഗ്രൂപ്പിന് കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് വ്യത്യാസമുണ്ട്. നമുക്ക് യൂത്തിന് കൊടുക്കുന്നതല്ല വൈദികർക്ക് കൊടുക്കേണ്ടത്, വ്യത്യാസമുണ്ട്. ഇത് രണ്ടും ഒരേ കാറ്റഗറിയിൽ നമുക്ക് എടുത്തിടാൻ പറ്റത്തില്ല. ഇതല്ല സിസ്റ്റേഴ്സിന് കൊടുക്കേണ്ടത്, ഇതല്ല കുടുംബജീവിതക്കാർക്ക് കൊടുക്കേണ്ടത്, ഇതല്ല പ്രൊഫഷണൽസിന് കൊടുക്കേണ്ടത്. കാരണം അത് നിലം അറിഞ്ഞു വേണം നമ്മൾ വെതറാനായിട്ട്. അപ്പോൾ ഈ ചെരുപ്പെന്ന് പറയുന്നത് ഈ ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ കേട്ടോ. എനിക്ക് മനസ്സിലായ കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ പിന്നിട്ട പ്രത്യേകിച്ച് ഇങ്ങനെ ശുശ്രൂഷയുടെ മേഖലയിൽ ആ ചെയ്ത അതേ മെത്തഡോളജി തന്നെ അടുത്ത കാര്യം അപ്ലൈ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഏൽപ്പിക്കുന്ന ജോലിയുടെ കാര്യത്തിൽ ഇങ്ങനെയാണ്. കാരണം ഇന്നൊരു മെത്തേഡിൽ നമ്മൾ ഈ കാര്യം ചെയ്തു, അതേ മെത്തേഡിൽ തന്നെ. അപ്പോൾ ഇന്നലെ ആ ചെരുപ്പിട്ട് നടന്ന അതേ വഴിയിൽ കൂടി തന്നെ വീണ്ടും നടക്കരുത്. അതായിരിക്കും ഒരു പക്ഷേ ഉദ്ദേശിച്ചത്. അതേ രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു മാറ്റം വരുന്നില്ലല്ലോ. അപ്പോൾ ഇതിൽ ഇച്ചിരി കൂടി ബെറ്ററായിട്ട് ചെയ്യുമ്പോഴല്ലേ നാളെ ഇച്ചിരി കൂടി നന്നാവുന്നത്. അല്ല ഇന്ന് വീട്ടിലെ നമ്മുടെ കുറച്ച് ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഭംഗിയായിട്ട് ചെയ്യുന്നു, അതേ രീതിക്ക് തന്നെ നാളെ ചെയ്താലോ ഒരു മാറ്റം വരുന്നില്ലല്ലോ. അല്ലേ, ഓരോ പ്രഭാതത്തിലും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സ്നേഹം പുതിയതല്ലേ. അപ്പോൾ ഇന്ന് രാവിലെ പുതിയൊരു സ്നേഹം ഒരുക്കി വെച്ചിരിക്കുമ്പോൾ ഞാൻ ഇന്നലെ ജീവിച്ച പോലെ തന്നെ ജീവിച്ചാൽ ഇന്ന് എനിക്കത് അനുഭവിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചിന്താഗതിക്ക് മാറ്റം വരണം, ഗ്രൂപ്പുകൾക്ക് മാറ്റം വരണം. അത് കഴിഞ്ഞു. ഒരു ഗ്രൂപ്പിന് വേണ്ടി നമ്മളൊരു കാര്യം പറഞ്ഞു, ഡെലിവർ ചെയ്തു, സംഭവം തീർന്നു. ഇനി ഒരു ഇടത്ത് ചെന്ന് ഒരു മിനിസ്റ്റർ ചെയ്തു, അവിടുത്തെ ഇപ്പോൾ ഒരു കൗൺസിലിംഗ് ശുശ്രൂഷ ആയിരിക്കും, ബാക്കി എന്ത് തന്നെ ആയിരിക്കാം, ആ കാര്യങ്ങൾ കഴിഞ്ഞു, അതോടുകൂടി അത് സംഭവം തീർന്നു. പിന്നെ തിരിച്ചങ്ങോട്ട് നടന്നു പോകേണ്ട ആവശ്യമില്ല നമുക്ക്. കാരണം അത് ഇറ്റ്സ് ഫിനിഷ്ഡ്. യേശു അങ്ങനെയാണല്ലോ, സൗഖ്യപ്പെടുത്തിയിട്ട് ഒറ്റപ്പോക്ക് അടുത്ത ദേശത്തേക്ക്, പിന്നെ ആ ദേശത്തേക്കൊന്നും തിരിച്ചു വരുന്നില്ല ആൾ. അങ്ങനെ ഒരു യാത്രയാണ്. അപ്പസ്തോലന്മാർ അങ്ങനെയല്ലേ, ഓരോ ദേശം വിട്ട് യാത്രയാണ് അല്ലേ. തോമസ് ലീഹ അവിടുന്ന് നേരെ വന്ന് നമ്മുടെ ഇവിടെ കൊടുങ്ങല്ലൂർ വന്ന് ഇറങ്ങി അല്ലേ, അവിടുന്ന് നേരെ മലയാറ്റൂർ പോകുന്നു, പറവൂർ ചെല്ലുന്നു, നിലയ്ക്കൽ പോകുന്നു, നിരണത്ത് ചെല്ലുന്നു,
അങ്ങനെ എന്ന് മൈലാപ്പൂർ എന്ന് മരിക്കുന്നു. ഇനി മൈലാപ്പൂർ എന്ന് മരിക്കേണ്ട പിന്നെ തിരിച്ച് ജെറുസലേമിലേക്ക് പോയല്ല ആൾ മരിച്ചത്. ഇറ്റ്സ് എ ജേണി അല്ലേ, മുമ്പോട്ട് മാത്രം നോക്കി. അതാ പൗലോസ് അപ്പോസ്തലനൊക്കെ പറയുന്നത്, പിന്നിലുള്ളവയെ വിസ്മരിച്ച് മുമ്പോട്ടുള്ളവയെ കണ്ട് ഞങ്ങൾ യാത്ര ചെയ്യുന്നു. അപ്പോൾ പുതിയ വഴികളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ സഞ്ചരിച്ച വഴിയിലൂടെ പോകാനായിട്ട് പാടില്ല. പിന്നെ അവസാനം പറയുന്നൊരു കാര്യം ഇതുണ്ട്, അതായത് വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യരുത്. വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യരുത്. അതൊത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ ഈ കുറച്ച് നാളുകളായിട്ട് ശുശ്രൂഷയ്ക്ക് പ്രത്യേകിച്ച് ഞാൻ ശ്രദ്ധിക്കുന്നൊരു കാര്യമുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി ഒരു സാധനം കൊടുക്കാം എന്ന് പറഞ്ഞ് നമ്മൾ പോകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നതിന് ഇടയ്ക്ക് ആരെങ്കിലും ഒന്ന് കയറും, അവരുമായിട്ട് കുറേ കാര്യം സംസാരിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു അഭിവാദനം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മൈൻഡിനെ ടോട്ടലി സ്കാറ്റർ ചെയ്ത് കളയും. അപ്പോൾ വേണ്ട സാധനം നമുക്ക് അങ്ങോട്ട് ഡെലിവർ ചെയ്യാൻ പറ്റാതെ വരും. ഇത് തന്നെ നമ്മുടെ ജോലിയുടെ കാര്യത്തിൽ നമ്മളെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. ആ ഉത്തരവാദിത്തം ഭംഗിയോട്ട് എങ്ങനെ ചെയ്യാം എന്ന് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കായിരിക്കും എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ഇതിലേക്ക് വരുന്നത്. വന്നു കഴിയുമ്പോൾ അത് പ്രോപ്പർലി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒരു 100% ഔട്ട്പുട്ട് കിട്ടേണ്ട ഒരു സാധനത്തിനകത്ത് ഒരു 20% പോലും കിട്ടാത്ത ലെവലിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. കാരണം ബാക്കി 80% സ്കാറ്റർ ചെയ്ത് പോയി. മറ്റു പല കാര്യത്തിലും നമ്മൾ ഇൻവോൾവ്മെൻറ്റ് എടുക്കുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയും ഭയങ്കര വിപത്താണ്. കാരണം രാവിലെയൊക്കെ ജസ്റ്റ് ഒരു മെസ്സേജ് നോക്കാനായിട്ട് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ ആ ഇരിപ്പ് വൈകിട്ട് വരെ ഇരിക്കും. കാരണം അന്ന് നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടേണ്ട ഔട്ട്പുട്ട്സ് ഒന്നും വരുന്നില്ല. എല്ലാത്തിനെയും തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു അടിയൊഴുക്ക് പോലെയാണ്. കാരണം പുറമേ നോക്കുമ്പോൾ ഇതിന് ഒരു ഒഴുക്കുമില്ല, നമ്മൾ അതിനകത്തോട്ട് എടുത്ത് ചാടും. ചാടിക്കഴിയുമ്പോഴാണ് ഇതിൻ്റെ അടിയൊഴുക്ക് എത്രമാത്രം ആഴത്തിലാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ടതാണ്. ആരെയും അഭിവാദനം ചെയ്യാൻ പാടില്ല. ഞാനൊക്കെ ഇപ്പം ധ്യാന ശുശ്രൂഷയ്ക്കൊക്കെ പോകുമ്പോൾ ഒരു കാര്യം ഒത്തിരി ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ ഒരു ടോക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ചെറിയൊരു ബ്രേക്ക്, ഒരു 1 hour ബ്രേക്ക് കഴിഞ്ഞിട്ടായിരിക്കും സെക്കൻഡ് സെഷനൊക്കെ വരുന്നത്. ആ ബ്രേക്കിൻ്റെ സമയത്ത് എങ്ങും പോകത്തില്ല, ആരുമായിട്ട് മിണ്ടാതിരിക്കും. അതുപോലെ ഇപ്പോൾ ഒരു സെൻറ്ററിലൊക്കെ എന്തെങ്കിലും ശുശ്രൂഷയോ കാര്യങ്ങളോ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ അവിടെ ചെന്ന് ഏതെങ്കിലും നിത്യാരാധന ചാപ്പലിൽ ഏതെങ്കിലും മൂലയ്ക്ക് മിണ്ടാതിരിക്കും. അവിടെ ഒരു മനുഷ്യനോട് ഒരു വാക്ക് മിണ്ടത്തില്ല ശുശ്രൂഷ കഴിയുന്നവരെ. ഞാൻ സോഷ്യൽ മീഡിയ എല്ലാം മ്യൂട്ട് ചെയ്യും, കംപ്ലീറ്റ് മ്യൂട്ട് ചെയ്യും. അത് ഇറങ്ങി കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും മ്യൂട്ട് ചെയ്യും, പിന്നെ നോക്കത്തില്ല. മറ്റേന്ന് പറഞ്ഞാൽ നമ്മളിത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, കയറുന്നതിന് മുമ്പ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ. അത് അവസാനം ഒരു കംപ്ലീറ്റ് നമ്മളെ സ്കാറ്റർ ചെയ്യിപ്പിച്ച് കളയും. ചിലപ്പോൾ ഒരു ഒറ്റ മെസ്സേജ് ആയിരിക്കും വന്ന് കയറുന്നത്, ഈ കംപ്ലീറ്റ് മൈൻഡിനെ അങ്ങ് ഡിസ്ട്രാക്ട് ചെയ്ത് കളയും. എന്നിട്ട് ഒന്നും നമ്മളെ കൊണ്ട് ഡെലിവർ ചെയ്യിപ്പിക്കത്തില്ല ഈ സാധനം. കാരണം അതിൻ്റെ ചിന്തയിൽ നമ്മളിങ്ങനെ വറീഡ് ആയിരിക്കും. അപ്പോൾ ഒരു പാർട്ടിൽ നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് പോകും, ഇപ്പുറത്തെ പാർട്ടിയിൽ നിന്നായിരിക്കും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് ഭയങ്കര ഒരു വിപത്താണ്. അവിടെ കർത്താവ് വ്യക്തമായിട്ട് അന്ന് സൂചിപ്പിച്ചതാണ്, വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യരുത്. ഒരു കാര്യം നീ ചെയ്യാൻ പോയോ അത് ചെല്ലുക, ചെയ്ത് തീർക്കുക, അതിന് ശേഷം മതി അഭിവാദനവും കാര്യങ്ങളൊക്കെ. അതും നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ ജോലി മേഖലയിൽ, അതുപോലെ തന്നെ ആത്മീയ ശുശ്രൂഷ മേഖലയിൽ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആരെയും അഭിവാദനം ചെയ്യരുത്. അപ്പോൾ നമുക്കൊന്നുകൂടി കർത്താവിനെ നമുക്ക് ശ്രവിക്കാം. കാരണം കർത്താവ് ശിഷ്യന്മാരെ അയച്ച പോലെ നമ്മളെയും പല ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനാണല്ലോ കർത്താവ് ഈ സമൂഹത്തിലേക്ക് ഇറക്കി വിട്ടേക്കണത്. അപ്പം കർത്താവ് നമ്മളോട് പറഞ്ഞില്ലേ, കൊയ്ത്ത് വളരെ, വേലക്കാരോ ചുരുക്കം. അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ കൊയ്ത്തിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പോകുവിൻ, ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ പോലെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യരുത്. കർത്താവെ, ഈ കാര്യങ്ങൾ, ഇന്ന് കേട്ട ഇത്രയും കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിതം മുമ്പോട്ട് പോകാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ അനന്തമായ കരുണ ഞങ്ങളിലേക്ക് ചൊരിയണമേ. നീ അപ്പസ്തോലന്മാരോട് പറഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൽ നിറഞ്ഞ അതേ കൃപ, അതവരനുസരിച്ചിട്ടാണല്ലോ തിരിച്ചു വന്നത്. ആ അനുസരണത്തിനുള്ള വലിയൊരു കൃപ ഞങ്ങളുടെ ഉള്ളിൽ നിറയപ്പെടാൻ വേണ്ടി ഉള്ള ഒരു അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ അതിനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, നിൻ്റെ സാന്നിധ്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവേ, നീ വഴി നടത്തണമേ. അതിലേക്ക് എങ്ങനെ എത്താൻ പറ്റും അത് നിനക്കറിയാമല്ലോ. അതനുസരിച്ച് ഞങ്ങളെ എത്തിച്ച് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്, ഇനി ഏത് നിലത്തിലാണോ ഞങ്ങളെ ദൈവം കൊയ്ത്തിന് വേണ്ടി നിയോഗിച്ചിരിക്കുന്നത്, ആ നിലം കണ്ടെത്താനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് കണ്ടെത്തട്ടെ. അതിലൂടെ നമ്മുടെ ജീവിതം ഒരു സംതൃപ്തമാകട്ടെ. ഒരു സാറ്റിസ്ഫൈഡ് ലൈഫ് നയിക്കാനുള്ള ഒരു കൃപ നിറയട്ടെ. ആമേൻ.